എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതുണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഒരു ചട്നിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പുതിന വെച്ചുള്ള അടിപൊളി ചട്നി. അതും കൂടെ ചേർത്ത് ഇത് കഴിക്കുമ്പോഴത്തേക്ക് സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് എടുക്കട്ടോ. എരിവുള്ള പച്ചമുളകാണ് 2 എടുത്താൽ മതി. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും കറിവേപ്പിലയും കൊച്ചുള്ളി ഇഞ്ചിയെല്ലാം മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ രീതിയിലാണ് അരിഞ്ഞ് കിട്ടേണ്ടത്. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് ആ കപ്പിൽ പിന്നെ അടുത്ത മെഷർമെൻറ്റായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇടിയപ്പം അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടിയില്ലേ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ഈ കൂട്ടിലോട്ട് 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇരിക്കുന്ന ലൂസായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി അതുണ്ടല്ലോ, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കല്, കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. തൈരിൻ്റെ നമ്മൾ ഈ അരച്ചെടുത്തതിൻ്റെ എല്ലാം നനവുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സായി കഴിഞ്ഞിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഇതിനെ കുഴച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസി വേണം ഇതിനെ കുഴച്ചെടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തി വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് ലൂസായിട്ട് വെള്ളം പോലെ ഇരിക്കരുത്, എന്നാലും ഈ ഒരു പരുവത്തി വേണം കുഴച്ചെടുക്കാൻ. എന്നിട്ട് ഇതിനെ അടച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1/2 മണിക്കൂർ ആ ഒരു ടൈം കൊണ്ട് നമുക്കൊരു ചട്നി ഇതിലേക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറുകിയ തേങ്ങയാണെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു 20 പുതിനയിലയും ഒരു പിടി മല്ലിയിലയും ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിയുടെ വലിയ തണ്ട് മാത്രം കളഞ്ഞാൽ മതി, ബാക്കി തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതിലൂടെ ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇത്രയും വലിപ്പത്തിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. 3 പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ് 2 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അരമുറി നാരങ്ങ പിഴിഞ്ഞ് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തുകൊണ്ട് വരണം. അരച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, പുളി കുറവുണ്ടെങ്കിൽ ശകലം നാരങ്ങയോടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് അരച്ചെടുക്കുന്നത്. നല്ല സൂപ്പർ ചമ്മന്തിയായിട്ടോ. ഇനി നമ്മൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കടല മാവ് ഇച്ചോടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. കൈ ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുക. അതുകൊണ്ട് കൈക്ക് നല്ല രീതിയിൽ വെള്ളം തേക്കുക. വെള്ളം തേച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു ബോൾ ഇതുപോലെ കയ്യിലെടുക്കുക. എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുക. അധികം ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് മാത്രമേ മാവ് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ച മാവ് കുറച്ച് വലുതായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ബോളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ ബോൾസായിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. എടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നിങ്ങളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം. ഞാൻ ഇതെല്ലാം ഇവിടെ കോരി മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാം എത്രമാത്രം ഇത് സോഫ്റ്റാണെന്നുള്ളത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ എത്രമാത്രം സോഫ്റ്റാണെന്നുള്ളത്. ഞാൻ ഇത് മുറിച്ച് കാണിച്ചു തരാമേ. ഇതിൻ്റെ അഗ്രഭാഗം ഈ രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ചട്നി കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇത് കഴിക്കുകയും ചെയ്യാമല്ലോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലോട്ടോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.